ഹായ് ഗൈസ്, ഇറ്റ്സ് പൂജ. റീസെൻ്റ് ആയിട്ട് നമ്മളുടെ ബാറ്ററി ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ വന്നത്. സോ ഒരു ഫൈൻ ഡേ, ഒരു ഈവനിങ് ടൈമിൽ നമ്മളുടെ റോഡ്, കട ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ ആളുകൾ വണ്ടി നിർത്തുന്നു, പോകുന്നു, വണ്ടി നിർത്തുന്നു, പോകുന്നു, ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നോട്ട് ചെയ്തത്, ഇതൊരു ചേട്ടൻ ഓട്ടോ നിർത്തിയിട്ട് ഈ ചേട്ടൻ അവിടെ പോയിട്ട് കുറേ നേരം നിൽക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് എത്തി നോക്കിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, ഒരു പുള്ളി അവിടെ വീണ് കിടക്കുന്നുണ്ട്. പുള്ളിയുടെ വായിലും മൂക്കിലും നന്നായിട്ട് ബ്ലഡ് വരുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ആള് നല്ലപോലെ ഡ്രിങ്ക് ചെയ്ത് ഹൈ ആയി വീണതാണ് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആംബുലൻസ് വന്നു. കറക്റ്റ് ടൈമിൽ ഹസ്ബൻഡ് തിരിച്ചെത്തി. ആ ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടോ. ആംബുലൻസിൽ വന്ന നേഴ്സ് പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ച് അയാളുടെ അമ്മേനെ കൊണ്ട് ഇങ്ങനെ ആളുടെ മൂക്കിലും വായിലും ബ്ലഡ് വരുന്നുണ്ട്, ആൾ റോഡ് സൈഡിൽ വീണ് കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര കാഷ്വലായിട്ട്, ഞാൻ വീട്ടിലില്ല, ഞാൻ പുറത്ത് പോയിരിക്കുകയാണ്, ഞാൻ വരാൻ ലേറ്റ് ആവും, നിങ്ങൾ അവനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയേക്ക് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എന്താല്ലേ, ചിലപ്പോൾ ആൾ നല്ലപോലെ അവരെ വെറുപ്പിച്ചിട്ടുണ്ടാവും. എല്ലാവരും കൂടെ ആളെ പൊക്കിയെടുത്ത് കൊണ്ടുപോയതിന് ശേഷം ഹസ്ബൻഡിനോട് ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞൊരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു കേട്ടോ. സോ ഈ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റെ അച്ഛനും ഇതേപോലെ നല്ലപോലെ ഡ്രിങ്ക് ചെയ്തിട്ട്, ഡ്രിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതേപോലെ ഡ്രിങ്ക് ചെയ്ത് ഒരു ദിവസം ഹൈ ആയി റോഡ് സൈഡിൽ വീണ് കിടന്നപ്പോൾ ആരും ഇതേപോലെ തിരിഞ്ഞു നോക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. സോ പുള്ളിക്കാരൻ അവിടെ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു കിടക്കുമായിരുന്നു. സോ ആളിങ്ങനെ പറയും, അന്ന് ആരെങ്കിലും എൻ്റെ അച്ഛനെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. ശരിക്കും ആ ചേട്ടനോട് റെസ്പെക്റ്റ് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. പക്ഷേ ഇതിൽ നമ്മൾ സൊസൈറ്റിയിലുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെ നിറയെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഇതിലുള്ള കുറ്റവാളികൾ ആരാണ്? ഇതുപോലെ ഡ്രിങ്ക് ചെയ്ത് റോഡ് സൈഡിൽ വന്ന് വീണ് കിടക്കുന്നവരല്ലേ? നിങ്ങളുടെ ലൈഫിലും ഇതേപോലുള്ള ഇൻസിഡൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. പിന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ പുതിയ ചാനലാണ്, ഇതൊന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. താങ്ക് യു, ബൈ.